അമ്മയ്ക്ക് കർശനമായ താക്കീത് നൽകി ബിഗ് ബോസ്. എന്താണ് സംഭവം? അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട. നമുക്ക് എന്തായാലും വീഡിയോട്ട് പോകാം. അപ്പൊ ഇന്ന് ശ്രീധുവിന്റെ അമ്മ വീട്ടിനകത്ത് വന്നായിരുന്നല്ലോ. അപ്പൊ വന്നപ്പോ തൊട്ട് ശ്രീധുവിന്റെ അമ്മ ഫുൾ ശ്രീധുവിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങണം, ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പൊ തന്നെ കിടന്ന് ഉറങ്ങണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്താണ് ബിഗ് ബോസ് ഒന്നും പറയാത്തേന്ന്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് വിളിച്ചു ശ്രീധുവിന്റെ അമ്മേനെ കൺഫ്യൂഷൻ റൂമിലോട്ട്. എന്നിട്ട് കർശനമായിട്ട് തന്നെ താക്കീത് കൊടുത്തു. ഇങ്ങനെ ഈ മത്സരാർത്ഥികളുടെ ഈ മത്സരവീര്യം കെടുത്തുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല, അങ്ങനെ സംസാരിച്ചാൽ അത് പ്രശ്നമാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പിന്നെ ടാസ്കിന്റെ ലെറ്റർ കൂടെ കൊടുത്തു കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ശ്രീധുവിന്റെ അമ്മ സോറി ഒക്കെ പറഞ്ഞു, സോറി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു, ഇനി ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തും മിങ്കിൾ ചെയ്യാനും കൂടെ പറഞ്ഞു. കാരണം ശ്രീധുവിന്റെ അമ്മ വന്നപ്പോ തൊട്ട് തന്നെ ശ്രീധുവിന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. എല്ലായിടത്തും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയൊന്നല്ല. പക്ഷെ എന്താ കൂടുതലും ശ്രീധുവിന് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ബാക്കിയോട് സംസാരിക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അതൊരിക്കലും കുറ്റമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു അമ്മയുടെ കൺസേൺ ആയിരുന്നു അവിടെ എല്ലാം പറഞ്ഞു. എനിക്ക് ശരിക്കും പേഴ്സണലി അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇഷ്ടപ്പെട്ടു. കാരണം ശ്രീധു ഇനിയും ഗെയിം മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ശ്രീധുവിന്റെ അടുത്ത് പറഞ്ഞു ബാക്കി എല്ലാവരും, അതായത് ബാക്കി എല്ലാവരും ഒത്തിരി പേര് നന്നായിട്ട് കളിക്കുന്നുണ്ട്, അവരെ പോലെ കളിക്കണം, അവരെ പോലെ സംസാരിക്കണം, അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തു. ഓരോ കാര്യങ്ങൾ നല്ല രീതിയിലാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതെന്തായാലും പക്ഷെ ബിഗ് ബോസിനെ വെച്ച് നോക്കുമ്പോൾ അത് പറയാൻ പാടില്ലല്ലോ. വീട്ടിൽ വന്നിട്ട് പുറത്തെ കാര്യം പറയാൻ പാടില്ല റൂൾ ഉണ്ടല്ലോ. അപ്പൊ അതിനെതിരെയാണ് ബിഗ് ബോസ് അവിടെ സംസാരിച്ചത്. പക്ഷെ ഒരിക്കലും അമ്മേനെ കുറ്റം പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം ശ്രീധുവിന് അത് എന്തായാലും നല്ലത് തന്നെയായിരിക്കും. കാരണം ഭാവിയിൽ ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഓൾറെഡി ശ്രീധു എന്ന് പറഞ്ഞ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുന്റെ ഒരു കോംബോയിലൂടെയാണ് നമ്മൾ കൂടുതലും കണ്ടത് അല്ലേ. അതല്ലാതെ കുറച്ച് മുന്നേ എടുത്തു നോക്കുകയാണെങ്കിൽ ശ്രീധു ഫുൾ നമ്മൾ കാണാറേ ഇല്ല, ഒരു വിസിബിളേ അല്ലായിരുന്നു അല്ലേ. ഈ അർജുനായിട്ടുള്ള കോംബോ വന്നതിന് ശേഷമാണ് ശ്രീധുവിന്റെ അടുത്ത് പൊങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതൊരു പക്ഷേ ഇനിയിപ്പം സീസൺ തീരുന്നതോട് കഴിഞ്ഞ് ചിലപ്പോൾ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ശ്രീധുവിന്. കാരണം അർജുൻ അതുവരെ ചിലപ്പോൾ നെഗറ്റീവ് ആവില്ല, ശ്രീധുവിന് ഒരു പക്ഷേ അത് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അതൊരു ശരിക്കും പറഞ്ഞാൽ അവരായിട്ട് ഉണ്ടാക്കിയ ഒരു കോംബോ അല്ല. കാരണം പുറത്തായിരുന്നു ആ കോംബോ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിക്കൊണ്ടിരുന്നത്. വയൽക്കാട് വന്നതിന് ശേഷമാണ് ആ കോംബോ ഇങ്ങനെ പൊങ്ങി വന്നത്. അതിനുശേഷമാണ് അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ള പോലെ കാണിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതെന്തായാലും വോട്ട് കിട്ടുമായിരിക്കാം, അതും അമ്മയ്ക്കും അറിയായിരിക്കും ശ്രീധുവിന്റെ. പക്ഷെ അതിനൊരു കാര്യമില്ല. ഒരു നല്ലൊരു അമ്മ എന്ന നിലയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തത് അത് നല്ല കാര്യം തന്നെയാണ്. ശ്രീധുവിന് ഇനിയും ലൈഫ് ഉണ്ട്, ഇനിയും കുറച്ച് ഫ്യൂച്ചർ കിടക്കുകയാണ്. അപ്പൊ കുറച്ച് വോട്ടിന് വേണ്ടി അങ്ങനെ ആവേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിലാണ് എല്ലാ കാര്യം പറഞ്ഞു കൊടുത്തത്. നീ ഇപ്പൊ ഇവിടെ ആയോണ്ട് അല്ലെങ്കിൽ അടി കിട്ടുന്നൊക്കെ പറഞ്ഞായിരുന്നു ശ്രീധുവിന്റെ അടുത്ത്. പിന്നെ നിന്നെ പുറത്ത് ആരുടെയൊക്കെ പേരൊക്കെ പറയുന്നുണ്ട്, അവരൊക്കെ ഇതിനെ കാണാനിരിക്കുക, എനിക്ക് നല്ല കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്തു. പിന്നെ ടാസ്ക് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇനി ടാസ്കിന്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.